കൂട്ടുകാർക്ക് സുഖാണോ? ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പം ഞാനിവിടെ ചോറ് അരി വേവിക്കാനായിട്ടാ, ചോറല്ല അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്കത് ഊറ്റിയെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പം നമ്മുടെ അരി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കൊണ്ടുപോയിട്ട് ഊറ്റിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള അരിയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജ്, ബീൻസ്, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് സവോളയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ മുട്ടേനെ ഒന്ന് കൊത്തിപ്പൊരിച്ചെടുക്കാം. വെജിറ്റബിൾസിൽ ഇട്ടിട്ട് കൊത്തിപ്പൊരിച്ചെടുത്താലും മതി, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊത്തിപ്പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ 2 മുട്ട കൊത്തിപ്പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ കൊണ്ടാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി 3-4-5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സവോള, പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് സവോള കട്ട് ചെയ്ത് ചെറുതായിട്ടാണ് കേട്ടോ എല്ലാതും കട്ട് ചെയ്ത് വെക്കണത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, പിന്നെ ക്യാപ്സിക്കം, കാബേജ്, പിന്നെ നമ്മുടെ ബീൻസ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറ് വേവിച്ചപ്പോൾ ചോറിലേക്കുള്ള ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. ഒരുവിധം കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയിട്ട്, ഒരുപാട് കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത്രയും വെജിറ്റബിൾസ് ചേർത്തണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്രയധികം വെജിറ്റബിൾസ് ചേർത്തതാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ക്യാപ്സിക്കം മാത്രമാണെങ്കിലോ കാബേജ് മാത്രമാണെങ്കിലോ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എത്ര ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്, ഒരുപാട് കുക്കാവുണ്ടല്ലോ. അപ്പോൾ അതേ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഒരു സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ചിക്കൻ മസാലയെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ചേർത്തുമ്പോഴാണ് ആ ഫ്രൈഡ് റൈസിന് ആ ഒരു മണവും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരുള്ളൂ കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ മുട്ട കൊത്തിപ്പൊരിച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇട്ട് കൊടുക്കാം.
വെജിറ്റബിൾസിലേക്ക് ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസും സോയാ സോസും ആണ് നമ്മൾ ചേർത്തേണ്ടത്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ചില്ലി സോസ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനതാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചില്ലി സോസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലേ. ഇത്തിരി റൈസ് അങ്ങോട്ട് വേവിച്ചെടുത്ത് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കഴിക്കാനായിട്ട് ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ ഉണ്ടാക്കണത്. ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്തത്. നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മളെ വീഡിയോകളൊക്കെ ഒരു ഓർഡറിലൊന്നല്ല ഇപ്പോൾ വരണത് കേട്ടോ. എപ്പോഴേക്കോ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഇടുന്നതാണ് ഓരോ വീഡിയോകളും. നേരം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ. ഇവിടെ അങ്ങനെ സമയമൊന്നും കിട്ടില്ല നമുക്ക് വീഡിയോ പിടിക്കാൻ. നിങ്ങൾക്ക് അറിയാലോ, കിട്ടിയ സമയം കൊണ്ട് ഞാനെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളുടെ വീഡിയോകളൊക്കെ മുടങ്ങാണ്ട് ഇടണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ സാധിക്കണില്ല. ഒക്കെ ശരിയായി വരൂലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.